സാന്ത്വനത്തിന്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ബാലനെയും ഗോമതിനെയാണ് കാണിക്കുന്നത്. രണ്ടുപേരും കൂടെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്. ബാലന് വല്ലാത്ത ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്, എന്നാലും സംസാരിച്ചുകൊണ്ട് തന്നെ ഇരിക്കുന്നു. ബാലൻ ഗോമതിയോട് പറയുന്നുണ്ട്, ഞാൻ അനാഥനായത് എങ്ങനെയെന്നറിയോ? എൻ്റെ അച്ഛനും അമ്മയും സൂയിസൈഡ് ചെയ്താണ്. എന്തുകൊണ്ട് എന്നെ അവർ കൊണ്ടുപോയില്ല എന്നൊക്കെ ഞാൻ ആലോചിച്ച് എന്നെ അവർ കൊണ്ടുപോകാത്തതിൽ എനിക്ക് വിഷമമുണ്ടായിരുന്നു. ഞാൻ ഒറ്റപ്പെട്ട് ആകെ വിഷമിച്ചിരിക്കുന്ന സമയത്ത് ആ വലിയ മനുഷ്യൻ എൻ്റെ മുന്നിലേക്ക് വരുന്നത്, എന്നിട്ട് ആ കടയിൽ നിന്നോളാൻ, നാളെ മുതൽ കടയിൽ വന്നോളാൻ പറയുന്നുണ്ട്. അതായത് നിൻ്റെ അച്ഛൻ. പിന്നെ എൻ്റെ ലോകം ആ കടയായിരുന്നു. എനിക്ക് ഒരുപാട് ഇഷ്ടമായിരുന്നു ആ കട. അതായിരുന്നു എൻ്റെ ലോകം. ആ സമയത്താണ് നിന്നെ കാണുന്നത്. പിന്നെ എനിക്ക് തോന്നി ഞാൻ അനാഥനല്ല എന്നൊക്കെ. എന്നെ ബാലേട്ടൻ ഇങ്ങനെ ഗോമതിയോട് ഇങ്ങനെ ഒരേ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഗോമതിക്ക് ആണെങ്കിൽ അതൊക്കെ സന്തോഷത്തോടെ ഇങ്ങനെ കേട്ടിക്കണത്. ഇപ്പം ഞാൻ അനാഥനല്ല എന്ന് കൂടെ പറഞ്ഞപ്പോൾ വലിയ സന്തോഷമാവുന്നുണ്ട് ഗോമതിക്ക്. ഗോമതി, ഞാൻ നിന്നെ ബോറടിപ്പിച്ചോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഇല്ല ബാലേട്ടൻ പറഞ്ഞോ എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അപ്പോഴത്തേനും ബാലന് ഭയങ്കരമായിട്ടുള്ള ശ്വാസമുട്ടും ശ്വാസതടസ്സമൊക്കെ വരുന്നുണ്ട്. മതി ബാലേട്ട, ഇനി നമുക്ക് മുറിയിലേക്ക് പോകാം, ഇവിടെ നിൽക്കണ്ട, ഈ കാലാവസ്ഥ ബാലേട്ടന് പറ്റുന്നില്ല എന്ന് പറയുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് മീനാക്ഷിനെയാണ്. മീനാക്ഷിയും ആകാശം കൂടി അടിച്ചു പൊളിച്ചിങ്ങനെ നടക്കുന്ന, പാട്ടൊക്കെ പാടും. അങ്ങനെ ഓരോ സ്ഥലങ്ങളിലേക്ക് പോകാനൊക്കെ പറയുന്നുണ്ട്. അപ്പം ആ സമയത്ത് പോകാം, ഇടയ്ക്ക് അച്ഛനൊന്ന് വിളിച്ചാൽ മിണ്ടരുത്, അച്ഛനടുത്ത് ഞാൻ കിണറ്റിലിടും, അച്ഛൻ്റെ കാര്യം ഇവിടെ മിണ്ടരുതെന്നൊക്കെ പറയുന്നുണ്ട്. ആകാശൻ എന്ന് ആലോചിച്ച് നോക്കിക്കേ, ഒരുപാട് അച്ഛൻ നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ ഒരുപാട് സ്വാധീനം ചെലുത്തുന്നുണ്ടോ എന്നൊരു സംശയം ഉണ്ടെന്നൊക്കെ പറഞ്ഞ് മീനാക്ഷി ദേഷ്യപ്പെടുന്നുണ്ട്. മീനാക്ഷിയും ആകാശം കൂടെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നതൊക്കെ മിഥുനും കൂട്ടുകാരും കാണുന്നുണ്ട്. അങ്ങനെ മിഥുൻ പെട്ടെന്ന് മീനാക്ഷിയുടെയും ആകാശിൻ്റെ മുന്നിൽ പ്രത്യക്ഷപ്പെടുന്നുണ്ട്. കപ്പിൾസ് മലയാളികളാണല്ലോ എന്ന് ചോദിക്കും. അതെ എന്നറിയും. എങ്ങനെ മനസ്സിലായി? മലയാളികൾ കണ്ടാൽ അറിഞ്ഞൂടെ എന്ന് പറഞ്ഞിട്ട്, നിങ്ങൾ ഇവിടെ ടൂർ വന്നതല്ലേ, നിങ്ങൾ ജവാലിയാൻ പാർക്കിലേക്കൊക്കെ പോയോ എന്ന് ചോദിക്കുമ്പോൾ, ജവാലിയാൻ പാർക്കോ, അതെന്ത് പാർക്കാണെന്ന് ചോദിക്കുമ്പോൾ, അങ്ങനെ ഒരു പാർക്ക് ഉണ്ട്, നിങ്ങൾ ചെന്ന് നോക്കണം, അടിപൊളി അഡ്മിനാറാണ് അവിടെ, നല്ല സൂപ്പർ സ്ഥലമൊക്കെയാണ്, ഒരു പഴയ കെട്ടിടമാണ് എന്നൊക്കെ പറഞ്ഞപ്പോൾ, ഇവിടുന്ന് കുറേ ദൂരം ഉണ്ടോ എന്ന് മീനാക്ഷി ചോദിക്കുമ്പോൾ, കുറച്ചേ ഉള്ളൂ, ഒരു സൂപ്പർ മാർക്കറ്റ് ഉണ്ട്, അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് കാണുന്നതാണെന്ന് പറയുന്നുണ്ട്. എന്നാൽ പിന്നെ നമുക്ക് അങ്ങോട്ട് പോകാമെന്ന് പറഞ്ഞു, ഞാനൊരു ഗൈഡ് എന്നൊക്കെ പറയുന്നുണ്ട്. ശരി എന്ന് പറഞ്ഞ് നന്ദിയൊക്കെ പറഞ്ഞ് മിഥുൻ പോകുമ്പോൾ മീനാക്ഷി പറയുന്നുണ്ട്, നമുക്ക് അവിടേക്ക് പോകാം ആകാശ് പ്ലീസ് എന്നൊക്കെ പറയുമ്പോൾ, ശരി മീനാക്ഷി, ഞാൻ എന്തായാലും നിനക്ക് വാക്ക് തന്നതല്ലേ, ഇന്നത്തെ ദിവസം മുഴുവൻ നിൻ്റെ കൂടെ കറങ്ങാമെന്ന്, എന്നാൽ പിന്നെ പോകാം എന്നും പറയുന്നുണ്ട്. അങ്ങനെ പോകാൻ തന്നെ തീരുമാനിച്ച് ആകാശും മീനാക്ഷിയും കൂടെ അങ്ങോട്ട് പോകാൻ നിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് ഫോൺ വരുന്നുണ്ട് അമ്മേരേനി. അമ്മ ഗോമതി വല്ലാതെ ടെൻഷൻ അടിച്ചിട്ട്, ആകാശം നീ എവിടെയാണ്, അച്ഛന് തീരെ വയ്യ, നീ മീനാക്ഷിനെ കുട്ടി പെട്ടെന്ന് മുറിയിലേക്ക് വന്ന, ആര്യനൊക്കെ ഇവിടെ ഉണ്ടെന്ന് പറയുന്നുണ്ട്. അങ്ങനെ ശരി അമ്മയെന്ന് പറയുന്നുണ്ട്. അങ്ങനെ ആകാശ് മീനാക്ഷിയോട് പറയുന്നുണ്ട്, അച്ഛന് എന്തോ അസുഖം കൂടിയിട്ടുണ്ട്, പെട്ടെന്ന് റൂമിലേക്ക് ചെല്ലാൻ പറഞ്ഞെന്ന് പറഞ്ഞപ്പോൾ മീനാക്ഷി മുഖം മാറുന്നുണ്ട്. പക്ഷെ പോകാതെ നിവർത്തിയില്ലല്ലോ. അങ്ങനെ രണ്ടുപേരും കൂടെ റൂമിലേക്ക് ചെല്ലുമ്പോൾ ഡോക്ടർ വന്നിട്ടുണ്ട്. ഡോക്ടർ വന്ന് ഇഞ്ചക്ഷൻ മരുന്നൊക്കെ കൊടുക്കുന്നുണ്ട്. ഇഞ്ചക്ഷൻ എടുത്തിട്ടുണ്ട്. 3 മണിക്കൂർ ഉറങ്ങും, അത് കഴിയുമ്പോൾ ശരിയാവും, നിങ്ങൾക്ക് ഈ ക്ലൈമറ്റ് പറ്റാണ്ടാണ്, എത്രയും പെട്ടെന്ന് തിരിച്ച് നാട്ടിലേക്ക് പോകണം എന്നൊക്കെ പറയുന്നുണ്ട്. ഇതേ സമയം തന്നെ ആകാശിനോട് ദേഷ്യപ്പെടുന്നു ഗോമതി, നിന്നോട് മുറിയിലിരിക്കാൻ പറഞ്ഞതല്ലേ, അച്ഛന് പാടില്ലാണ്ടായത് കണ്ടില്ലേ എന്നൊക്കെ ചോദിച്ചിട്ട്, ഇനി 3 മണിക്കൂർ അച്ഛൻ ഉറങ്ങല്ലേ, എന്തിനാ ഇനിയിപ്പോൾ ഞങ്ങൾ ഇവിടെ ഇരിക്കുന്നതിനൊക്കെ ചോദിക്കുന്നുണ്ട്. മീനാക്ഷി പെട്ടെന്ന് പറയുന്നുണ്ട്, പറയുന്നോണ്ടൊന്നും തോന്നരുത് കേട്ടോ, അച്ഛൻ്റെ ആ പൈസ ലാഭിക്കാൻ വേണ്ടിയുള്ള ഹോട്ടലിലെ ഭക്ഷണം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അച്ഛന് ഇപ്പോൾ ഈ രോഗം വന്നത്, അവിടെ പോകേണ്ടത് ഇവിടെ പോയി എന്നൊക്കെ പറഞ്ഞ് മീനാക്ഷി പരിഹസിക്കുന്നുണ്ട്. മതി, ഇനി ആവശ്യമില്ലാത്തൊന്നും പറയണ്ട. ആ സമയത്ത് ബാലൻ പറയുന്നുണ്ട്, ഗോമതി നിന്റെ കൂടെ അമ്പലത്തിലേക്ക് പോകാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ലേ, അതിൻ്റെ ഉള്ള ദൈവകോപമാണ്, നമുക്ക് അവിടേക്ക് പോകാം, പെട്ടെന്ന് തന്നെ പോകാമെന്ന് പറയുന്നു, ഇന്ന് തന്നെ പോകാമെന്നൊക്കെ പറയുന്നുണ്ട്. ശരി എന്നാൽ നിങ്ങൾ ആകാശം മീനാക്ഷി ചേട്ടനും ചേട്ടത്തിയും മുറിയിലേക്ക് പൊക്കോന്ന് ആര്യൻ പറയുന്നുണ്ട്. അങ്ങനെ മീനാക്ഷിയും ആകാശം കൂടെ മുറിയിൽ ചെന്നിരിക്കാമെന്ന് വിഷമിച്ച് മുറിയിലേക്ക് പോകാനിരിക്കുന്നുണ്ട്. മുറിയിലുണ്ട്, അവരെ മുറിയിൽ അനു കയറി വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ട്. ആ സമയത്ത് ചേച്ചിയും ചേട്ടനും വരുമ്പോൾ പോകാൻ പറയുന്നുണ്ട്. അപ്പോൾ മീനാക്ഷിക്ക് ദേഷ്യം വരും. മീനാക്ഷി ദേഷ്യപ്പെട്ട് ചോദിക്കുന്നത്, ആരെ മുറിയിൽ നിനക്ക് ഓർമ്മയുണ്ടോ എന്നൊക്കെ ചോദിച്ചപ്പോൾ ചേച്ചി എന്നാൽ വായോ നമുക്ക് രണ്ടുപേരും കൂടെ വീഡിയോ എടുക്കാമെന്നൊക്കെ പറയുന്നുണ്ട്. മീനാക്ഷി പെട്ടെന്ന് ദേഷ്യപ്പെട്ട് പോകും, കൂടെ ആകാശം പോകും. എന്താ ആകാശിൻ്റെ കുടുംബത്തിലുള്ളവർക്കൊന്നും ഒരു തരി മാനേഴ്സും ഇല്ലല്ലോ, അവള് വാശി കാണിക്കുന്നത് പോലെയൊക്കെയല്ലേ അവള് നമ്മുടെ മുറിയിൽ കയറി അധികാരം കാണിക്കുന്നത്. ഇതൊന്നും എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല. അമ്മയ്ക്കായാലും ഒരു കോമൺ സെൻസും ഇല്ല. അമ്മയും വിവാഹം കഴിഞ്ഞൊരു സ്ത്രീയല്ലേ, അമ്മയ്ക്ക് ആലോചിച്ചാൽ അറിഞ്ഞൂടെ, അമ്മയും ഒരു പരിധി വിട്ട് ബോധമില്ലായ്മ കാണിക്കുന്ന പോലെയൊക്കെയാണ് തോന്നുന്നതെന്നൊക്കെ പറഞ്ഞ് എന്തായാലും മീനാക്ഷി ദേഷ്യപ്പെട്ട് ഞാൻ പോകണ്, അയാൾ പറഞ്ഞ ആ പാർക്കിലേക്ക് ഞാൻ പോകണം, ആകാശിന് ഇഷ്ടമുണ്ടെങ്കിൽ വരാമെന്നൊക്കെ പറഞ്ഞപ്പോൾ ആകാശം മീനാക്ഷിയുടെ കൂടെ നിവർത്തില്ലാണ്ട് പോകുന്നുണ്ട്. അങ്ങനെ അവർ അന്വേഷിച്ച് ഒരുപാട് ദൂരേക്ക് നടക്കുന്നുണ്ട്. ഇതേ സമയം തന്നെ മിഥുൻ്റെ മുന്നിൽ ആര്യൻ ചെന്ന് പെടുന്നുണ്ട്. ആര്യൻ, എടാ നിന്നെ ഞാൻ എവിടെയും കാണുന്നുണ്ടല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്, നീ ഇത്രയും വഴി അവളെ പിന്നാലെ വന്നിട്ട് ഒരു കാര്യമില്ലല്ലോടാ, നിന്റെ
വലുതിലേക്ക് അവൾ അടുക്കുന്നില്ലടാ എന്നൊക്കെ ആര്യൻ നമ്മുടെ മിഥുനോട് പറയുമ്പോൾ, നിന്നോട് ആര് പറഞ്ഞിടാ ഞാൻ അവളെ പിന്നാലെ വന്നാന്ന്? ഞാനേ എനിക്കിവിടെ പല ബിസിനസ്സും ഉണ്ട്, അത് നിനക്കറിയില്ലല്ല, നീ നിന്റെ കാര്യം അയച്ച് പോടാന്ന് പറയുന്നുണ്ട്. നിനക്ക് എന്താടാ അവളെ മാത്രം ഇങ്ങനെ കിട്ടാത്തേന്ന് പറഞ്ഞപ്പോൾ, അവളെ എൻ്റെ വലയിൽ വീഴ്ത്തോടാ, അതിനുള്ള സമയമായിട്ടില്ല എന്നൊക്കെ പറയുന്നുണ്ട്. നീ നിന്റെ കാര്യം നോക്കിപ്പോ, എനിക്ക് വേറെ പല കാര്യങ്ങളുണ്ടെന്ന് പറഞ്ഞാൽ പോകുമ്പോൾ അങ്ങനെ പോകല്ലേ, പറഞ്ഞിട്ട് പോകാന്ന് പറയുന്നുണ്ട്. അതെ, മിത്ര ഇവിടെ ക്യാമ്പിന് വന്നാണ്, അവളെ നീ അനാവശ്യമായി ശല്യം ചെയ്താൽ നിന്നെ ഞാൻ ഈ കൊക്കയിൽ തന്നെ കുഴിച്ചു മൂടുന്നു മിഥുൻ ആര്യനോട് പറയുമ്പോൾ, ശരി സമ്മതിച്ചു എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ പിന്നെ കാണിക്കുന്നത് മീനാക്ഷിനെയും ആകാശിനെയും രണ്ടുപേരും കൂടെ അങ്ങനെ അവിടെ എത്തിയപ്പോൾ ആ ഹോട്ടൽ കണ്ടപ്പോൾ അവർക്ക് ആകെ അസ്വസ്ഥതയായി. ഒരു പഴയ കെട്ടിടം, അത് അങ്ങനെ ഒരു പാർക്കാണെന്ന് പോലും തോന്നില്ല. ആ സമയത്ത് മിഥുനും കൂട്ടുകാരനും വേറൊരാളും കൂടെ അവിടെ ഉണ്ട്. അങ്ങനെ അയാളെ പറഞ്ഞയക്കുന്നുണ്ട് അവരെ മുന്നിലേക്ക് മിഥുൻ. അങ്ങനെ അയാൾ അതിലെ പോകുമ്പോൾ മീനാക്ഷി ചോദിക്കുന്നുണ്ട്, ഇതാണോ പാർക്ക് എന്ന് ചോദിക്കുമ്പോൾ, അതെ, ഇത് ഇങ്ങനെ നോക്കണ്ട, നല്ല സ്ഥലമാണ് മാഡം, ഒരുപാട് കപ്പിൾസ് വരുന്നുണ്ട്, നിങ്ങൾ പൊക്കെ അടിച്ച് പൊളിച്ചോ എന്നൊക്കെ പറയുന്നുണ്ട്. ശരി എന്നാ എന്നും പറഞ്ഞ് താങ്ക്സ് ഒക്കെ പറഞ്ഞ് മീനാക്ഷിയും ആകാശവും കൂടെ അവിടേക്ക് ചെല്ലുമ്പോൾ റിസപ്ഷനിൽ ഒരാൾ ഇരിക്കുന്നുണ്ടാവും. അങ്ങനെ റൂമൊക്കെ കൊടുക്കും. റൂം എടുക്കണേക്കാൾ മുന്നേ ആകാശിനോട് മീനാക്ഷി പറയുന്നുണ്ട്, എനിക്ക് വിഷമമെന്ന് വിചാരിച്ചിട്ട് നീ ഈ റൂം എടുക്കണ്ട, ഇതാകെ മോശപ്പെട്ട ഒരു സ്ഥലം, എനിക്ക് എന്തുകൊണ്ട് പുറത്തുനിന്ന് കണ്ട പോലെയല്ല, ഇവിടെ വന്നപ്പോൾ എന്തോ ഒരു അപകടമൊക്കെ മണക്കുന്നത് പോലെ, നമുക്ക് പോകാൻ വേണ്ടെന്ന് പറഞ്ഞപ്പോൾ, സാരില്ല മീനു, എനിക്കിത് ഇഷ്ടപ്പെട്ടു, നമുക്കിത് എടുക്കാൻ കുഴപ്പമൊന്നുമില്ല, നമ്മുടെ മുറിയിൽ നീ പറഞ്ഞില്ലേ നമ്മുടെ മുറി നിനക്ക് ഒരുപാട് വെറുപ്പുണ്ടാക്കണം, അതെനിക്ക് വെറുപ്പ് തന്നെയാണെന്ന് പറയുന്നുണ്ട്. എന്നാൽ പിന്നെ ഇത് തന്നെ എടുക്കാം, നമുക്ക് പോകാമെന്ന് പറഞ്ഞ് അവർ ആ റൂം എടുക്കുന്നുണ്ട്. അങ്ങനെ അവർ റൂമിൽ കയറി ചെന്ന്, നല്ല റൂമൊക്കെ നല്ലത് തന്നെയാണ്. മീനാക്ഷിക്ക് എന്തോ ഭയങ്കര അസ്വസ്ഥം തോന്നിക്കുന്നുണ്ട്. അങ്ങനെ മീനാക്ഷി പറയുന്നുണ്ട്, വേഗണ്ട ആകാശം, നമുക്ക് പോകാം, നമുക്ക് ഇതെനിക്ക് എന്തോ ഒരു ഇഷ്ടക്കുറവ് തോന്നുന്നു എന്ന് പറഞ്ഞപ്പോൾ, അതൊന്നും നീ പേടിക്കേണ്ട, നീ വായോ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ മീനാക്ഷിനെ ആകാശ് ഇങ്ങനെ എടുത്ത് വട്ടം കറക്കി അവിടെ കട്ടിലിൽ കൊണ്ടിടുന്നുണ്ട്. എടാ വേണ്ടട്ടാ പോടാന്നൊക്കെ പറഞ്ഞ് അങ്ങനെ അവർ നല്ല കോമഡിയും റൊമാൻസൊക്കെ ആയിട്ട് ഇങ്ങനെ അവരുടെ ജീവിതത്തിലേക്ക് പോകുകയായിരുന്നു. അങ്ങനെ ആ സമയത്ത് കോണിയും ബെല്ലടിക്കുന്നുണ്ട്. കോണിയും ബെല്ലടിക്കുമ്പോൾ അത് പോലീസിൻ്റെ വേഷം, അതായത് മിഥുൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഒരാളാണ്, പോലീസ് വേഷമാണ്. സത്യത്തിൽ അയാൾ പോലീസൊന്നുമല്ല, നിങ്ങളിവിടെ ഇമ്മോറൽ ട്രാഫിക് നടത്തണില്ലെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് മീനാക്ഷിനെ ആകാശിനെ പിടിച്ചു വലിച്ച് പുറത്തേക്ക് കൊണ്ടുപോകും. സാർ ഞങ്ങൾ ഭാര്യയും ഭർത്താവും എന്നൊക്കെ പറഞ്ഞ് മീനാക്ഷി തടയാൻ നോക്കുന്നുണ്ടെങ്കിലും ആ സമയത്ത് മിഥുൻ വരുന്നുണ്ട്. സാർ പറയും സാറേ, ഞങ്ങൾ ഭാര്യയും ഭർത്താവും എന്നൊക്കെ ആകാശ് പറഞ്ഞപ്പോൾ, സാറേ ഇത് എനിക്കറിയുന്ന ഫാമിലിൻ്റെ ഒരു കപ്പിൾസ് എന്നൊക്കെ പറഞ്ഞപ്പോൾ, താൻ ഇതിൽ ഇടപെടണ്ട, താൻ തൻ്റെ ജോലി നോക്കടോ, എനിക്കറിയാം ഇവരെങ്ങനത്തെ ആൾക്കാരുന്നൊക്കെ കണ്ടാലറിയാന്നൊക്കെ പറഞ്ഞ് ആകാശിനെ പിടിച്ചു വലിച്ച് കൊണ്ടുപോകുന്നുണ്ട്. അപ്പം മീനാക്ഷി പറയുന്നുണ്ട്, സാറൊന്ന് തടയും സാറെന്ന് പറഞ്ഞപ്പോൾ, സാറില്ല എന്തെങ്കിലും ചോദിക്കാൻ വേണ്ടി കൊണ്ടുപോകുന്നതാവുമെന്ന് പറഞ്ഞ് പിന്നീട് മിഥുൻ മീനാക്ഷിനെ ഉള്ളിലാക്കിയിട്ട് മിഥുൻ വാതിലടയ്ക്കുന്നുണ്ട്. അപ്പോൾ മീനാക്ഷി ചതി മനസ്സിലാക്കുന്നത്. മീനാക്ഷി അങ്ങനെ മീനാക്ഷിനെ കട്ടിലേക്ക് പിടിച്ച് തള്ളിയിടുന്നുണ്ട്. അങ്ങനെ മീനാക്ഷി ആകെ പേടിച്ച് മിഥുനെ നോക്കി നിൽക്കുന്നതാണ് ഇന്നത്തെ എപ്പിസോഡിൻ്റെ അവസാന ഭാഗം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.